ജിജൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ്. നമുക്ക് 2-3-4 തെങ്ങുണ്ട്, 3-4 തെങ്ങ്. അപ്പോൾ അതിനെ കള്ള് കിട്ടുമെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കള്ള് ചെത്താൻ പറ്റുമോ എന്നുള്ള ഒരു പരീക്ഷണമാണ്. ചെത്തി കള്ള് കിട്ടിയാൽ നിങ്ങളെ ഞാൻ കാണിക്കും. തെങ്ങ് ചെത്തണത് എങ്ങനെയാണെന്ന് കാണാം. ഓക്കെ, എല്ലാവരും പ്രോത്സാഹിപ്പിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ചെത്താൻ നോക്കിയാലോ. അതിന് ആദ്യം കൊല ഒരുക്കണ പരിപാടിയാണ്. കൊല ഒരുക്കണ പരിപാടി ചെയ്ത് നമുക്ക് പടിപടിയായിട്ട് കള്ള് കിട്ടണ പോർഷൻ വരെ നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താം. പല ദിവസങ്ങളിലായിട്ടാണ് ഷൂട്ട് ചെയ്യുക. ഓക്കെ, എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. കൊലക്കെട്ടാണ് നമ്മൾ. ഇന്ന് 5ാമത്തെ ദിവസമാണ്. അപ്പോൾ നമ്മൾ കൊലയിൽ കത്തി വയ്ക്കാൻ പോവാണ്. അപ്പോൾ ദൈവത്തെ പ്രാർത്ഥിച്ച് കള്ളൊക്കെ തോനെ കിട്ടണേ എന്നൊക്കെ പ്രാർത്ഥിച്ചിട്ട് ഇന്ന് നമ്മൾ കത്തി വയ്ക്കാൻ പോവാം. അങ്ങനെ കത്തി വെച്ച് കള്ള് ആവട്ടെ. ഒരു 10 ദിവസം കഴിയുമ്പോഴേക്കും കള്ള് നമുക്ക് ലിറ്റർ കണക്കിന് കള്ള് കിട്ടണം. അത് നമ്മുടെ ഐഡിയ. ഈശോ മാതാവേ, അപ്പോൾ ആദ്യത്തെ ദിവസത്തെ ഫസ്റ്റ് ചെത്ത്
നമ്മൾ തല ചെത്തി വെച്ചു. ഇനി അവനെങ്ങനെ ഒരുക്കി എടുക്കണം ഓരോ ദിവസവും. അങ്ങനെ ഒരു 10-15 ദിവസമൊക്കെ കഴിയുമ്പോഴേക്കും നമുക്ക് കള്ള് കിട്ടും. ഇപ്പോൾ വേണ്ട ചെറിയൊരു നനവ് വരുന്നേ ഉള്ളൂ. ഒരു 10 ദിവസം കഴിയുമ്പോഴേക്കും നമുക്ക് വരുള്ളൂ, ശരിക്കും കള്ള് കിട്ടി തുടങ്ങുള്ളൂ. അപ്പോൾ ചെത്തിയിട്ട് നമ്മൾ ഇവിടെ നമുക്ക് ചളിയൊന്നും കിട്ടില്ല. ഇപ്പോൾ ചളി ഉപയോഗിക്കണമെന്നൊന്നുമില്ല. നമുക്ക് നമ്മുടെ പഴം ഉണ്ടല്ലോ, പഴുത്ത പഴത്തിൻ്റെ ഒരു കഷ്ണം എടുത്തിട്ട് അത് ഉടച്ചിട്ട് തേച്ച് വെച്ചാലും മതി. എന്താ പഴത്തിൻ്റെ ഒരു പീസ് ഇങ്ങനെ ചെത്തി എടുക്കുക. എടുത്തിട്ട് അത് നല്ലോണം ഉടച്ചിട്ട് ഇതിൻ്റെ മുഖം ഉണങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കൊലയുടെ ഉണങ്ങാതിരിക്കാൻ വേണ്ടി നമുക്കത് തേച്ച് വെച്ചു. തേച്ച് വെച്ചോട്ട് ഇനിയിപ്പോൾ കള്ളൊന്നും കിട്ടില്ല. വെറുതെ നമ്മളെ കലം കമത്തി വയ്ക്കാനാണ്, ഈ ഉണക്കം വരാതിരിക്കാനും എനിക്കായിട്ട്. കലം കമത്തണല്ലേ ഞാൻ ഇന്ന് ഒരു 4 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് കലം കമത്താൻ പറ്റുള്ളൂ. അപ്പോൾ അതുവരെ വെള്ളമൊന്നും വീഴാതിരിക്കാൻ, ചാടാതിരിക്കാൻ നമുക്കിങ്ങനെ കവർ ചെയ്ത് കെട്ടി. ഇതിൽ അടുത്ത സ്റ്റെപ്പ് നമുക്ക് ഈ വീഡിയോയിൽ തന്നെ ഉൾക്കൊള്ളിക്കാം. കള്ള് വരുന്നതോടുകൂടി നമുക്ക് കാണിക്കാം. അപ്പം ഇന്ന് കള്ളൊന്നും വന്നു തുടങ്ങിയിട്ടില്ല, ഫസ്റ്റ് ദിവസമാണ്. ഇനി ഒരു 5-8 ദിവസം ആകുമ്പോഴേക്ക് കള്ളേറ്റ് വീണ് തുടങ്ങുള്ളൂ. കമത്തി വയ്ക്കാൻ വേണ്ടി ഇതുപോലെ കമത്തി വയ്ക്കും. അത് കാണിക്കാം നമുക്ക്. ഓക്കെ, നമ്മൾ ചെത്തി തുടങ്ങിയിട്ട് 10-18 ദിവസമായി. അപ്പോൾ കള്ള് കുറേശ്ശെ വീണു തുടങ്ങി. ഇനി ഓരോ ദിവസം ചെല്ലുന്നതോറും കൂടി വരും. അപ്പോൾ കള്ള് വീണു തുടങ്ങിയത് നിങ്ങൾക്ക് കാണിച്ചു തരാം. കള്ള് വേണ്ട അല്ലേ, കള്ള് വേണ്ട കിടക്കണ വേണ്ട വേണ്ട. പഴമാണ് തേക്കണത്. അതുകൂടെ തേക്കണ ചളി കിട്ടാത്തതുകൊണ്ട് പഴം തേച്ചാലും മതി. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കള്ള ഇറങ്ങിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കള്ള് കിട്ടി തുടങ്ങിയാണ്ടാ, ചെത്തിക്കള്ള് കിട്ടി തുടങ്ങി. ഇനി ഒരു 5-8 ദിവസം കൂടി കഴിയുമ്പോഴേക്കും ഓരോ ദിവസവും കള്ള് കൂടി വരും. അപ്പോൾ തെങ്ങി എത്തിയ കള്ള് കിട്ടുന്നത് മനസ്സിലായില്ലേ? അപ്പോൾ ഒറിജിനൽ കള്ളാണിത്. ഇതിന് നമുക്ക് ഒരു 150 മില്ലി ഓളപ്പെന്ന് കിട്ടിയിട്ടുണ്ട്. നാളത്തേക്ക് അത് കൂടും. പിന്നെ ഓരോ ദിവസം കൂടി വരും.
അപ്പോൾ കള്ളിയത്ത് കണ്ടില്ലേ. അപ്പോൾ ഇനി കൂടുതൽ കിട്ടുന്നത് ഒരു വീഡിയോ ഇതിൽ ആഡ് ചെയ്യാം. കൂടുതൽ കിട്ടുന്ന ഒരു വീഡിയോ കൂടി. ഒരു കള്ളെടുക്കാം. കള്ള് കള്ളുണ്ട്. അരിക്കണം. ഇതിൽ പ്രാണിയുണ്ട്, അരിക്കണം. ഓക്കെ, കള്ള് കിട്ടിത്തുടങ്ങി. ഓക്കെ, അപ്പോൾ എല്ലാവരും തെങ്ങുണ്ടെങ്കിൽ ചെത്തിപ്പിടിക്കുക. നാട്ടിലൊന്നും ചെത്തണ്ടാട്ടാ, എക്സസൈസുകാർ വന്ന് പിടിച്ചോണ്ടു. ഓക്കെ, എന്നാ കള്ള്. അപ്പോൾ നമുക്ക് ആ കള്ള് കുടിക്കാം. ഓക്കെ, നാടൻ തെങ്ങ്. അപ്പോൾ ഞാൻ സ്വന്തം ചെത്തി എടുത്ത നാടൻ കള്ള്. അവനും ആഹാ ഒരു കൂട്ടി കുടിക്കാം. സൂപ്പർ, അടിപൊളികൾ. അപ്പോൾ എല്ലാവർക്കും തെങ്ങിയത്ത് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ലേ? കള്ളും കണ്ടില്ലേ? കള്ള് കുടിക്കണ കണ്ടില്ലേ? അപ്പോൾ കള്ള് കുടിക്കുമ്പോൾ അതിൻ്റെ കൂടെ ചിക്കൻ ചുട്ടതാ, പച്ചമുളകും. ഓ അടിപൊളിയല്ലേ? അപ്പോൾ ഇത് കണ്ടിട്ട് ആർക്കെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കാൻ പറ്റുമോ? എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തോളോ, ഷെയർ ചെയ്തോളോ, ലൈക്ക് ചെയ്തോളോ. ഓക്കെ, ബായ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നല്ലത് നേർന്നുകൊണ്ട് ഞാൻ ഈ കള്ളു കുടിച്ചു തരും. ഓക്കെ.